ഹലോ അമ്മീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഈസ് JJK Tales. അപ്പോൾ ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞ് ചുമ്മാ അങ്ങ് ഫ്ലോയിലങ്ങ് പറഞ്ഞ് തുടങ്ങിയതാണ്. അപ്പോൾ എന്താണിത്, നമ്മളുടെ ചാപ്റ്റർ 2 ആണ്, ലവിൻ്റെ ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 1 എല്ലാവരും കണ്ടു എന്നാണ് എൻ്റെ വിശ്വാസം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരണേ. അത് കണ്ടാലേ ഇത് മനസ്സിലാവുമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ അതിൻ്റെ കണ്ടിന്യൂസ് അല്ല ഇത്, ബട്ട് ഇതൊരു സ്റ്റോറിയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ അധികം മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ക്യാരക്ടർ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമ്മൾ അടുത്ത ആ ഒരു പാർട്ടിലേക്ക് തന്നെ ഡയറക്റ്റ് കടക്കുകയാണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക. തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹലോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദി ഷോ. അപ്പോൾ ഈ ഷോയുടെ കൂടെ ടീ വിത്ത് ആര്യ എന്ന ഈ ഷോയുടെ കൂടെ നമ്മളുടെ കൂടെ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ ഏറ്റവും പ്രശസ്തമായ ബിസിനസ്മാനായ സാമാണ്. സാം, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? താങ്ക് യു ഫോർ ഇൻട്രൊഡ്യൂസിങ് മീ ലൈക്ക് ദാറ്റ്. അപ്പോൾ ആര്യ ഇപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ, ഇങ്ങനെയൊക്കെ പോന്നു. പിന്നെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്നിങ്ങനെ ഇരിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയതിൽ എനിക്ക് വളരെ ഹാപ്പി. ഐ ആം സോ പ്രൗഡ് തോ. സാർ, ഇന്ന് സാറിനെ ഇവിടെ വിളിച്ചത് ഒരു റീസൺ ഉണ്ട് എന്ന് സാറിന് തോന്നുന്നില്ലേ? ഒരു റീസൺ ഇല്ലാതെ എന്നെ ഇവിടെ വിളിക്കില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ആരും ഉദ്ദേശിക്കുന്ന റീസൺ എനിക്കറിയില്ല. സാറിനെ ഞങ്ങളിവിടെ ഇന്ന് വിളിച്ചിരിക്കുന്നത് സാർ ഓൺ ചെയ്യുന്ന കിംസ് കമ്പനിയിൽ സാറ് എഴുതി പുറത്തിറക്കിയ ഡാൻസ് പാർട്ട്ണർ എന്ന ബുക്കിനെ പറ്റി ചോദിക്കാനായിട്ടാണ്. സാറിന് ആ ബുക്കിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എന്തുകൊണ്ടാണ് ആ ബുക്ക് എഴുതാൻ കാരണം? ആര്യ അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഞാൻ ആ ഒരു ബുക്ക് എഴുതിയത്. If you don't mind, can you please explain that to us, all of us? Yeah, obviously I can explain that to you all of. പണ്ട് ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്കൊരു ഡാൻസ് പ്രോഗ്രാമിന് ഇൻവിറ്റേഷൻ കിട്ടി. അവിടെ സ്ട്രേഞ്ചേഴ്സുമായിട്ടായിരുന്നു ഡാൻസ് കളിക്കേണ്ടത്. അപ്പോൾ എനിക്ക് കിട്ടിയ മൈ ഫസ്റ്റ് ഡാൻസ് പാർട്ട്ണറായിരുന്നു അലീന. എടോ, തനിക്ക് ഡാൻസ് കളിക്കാൻ പാർട്ട്ണറിനെ കിട്ടിയോ? ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കളിച്ചാലോ? അങ്ങനെ ഡാൻസ് കളിച്ചും പാട്ടുപാടിയും 1-2 പറഞ്ഞൊക്കെ ഞങ്ങളങ്ങ് കട്ട ഫ്രണ്ട്സായി. അങ്ങനെ ഞാൻ പോലും അറിയാതെ അവളോട് എന്തോ ഒരു ഇഷ്ടം എനിക്ക് തോന്നിത്തുടങ്ങി. പിന്നെ എനിക്കതിനെ മറക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ദിവസം അവൾ എൻ്റെ വീട്ടിൽ വന്നു. അവളുടെ അച്ഛനും അമ്മയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഹലോ മോനെ, നിനക്ക് സുഖമാണോടാ? ഓ, എനിക്ക് സുഖം. പിന്നെ എന്താടി കുരുപ്പേ നീ ഇങ്ങോട്ടൊക്കെ വരാൻ? ഓ അതോ, ചെറുതായിട്ട് എൻ്റെ കല്യാണം ഒന്ന് ക്ഷണിക്കാൻ വന്നതാ. ദേ കുരുപ്പേ, ഈ കളിക്കല്ലേ? ഓ, ഒന്ന് വിശ്വസിക്കടാവേ, ഞാൻ ശരിക്കും പറഞ്ഞതാ. എൻ്റെ കല്യാണം ഉറപ്പിച്ചു. ഇനിയിപ്പോൾ എനിക്ക് വിശ്വാസമായില്ലെങ്കിൽ ഇന്നാ ഈ ഇൻവിറ്റേഷൻ കാർഡൊന്ന് നോക്ക്. അവളപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം ഒന്ന് തകർന്നു പോയി. പിന്നീട് എന്ത് സംഭവിച്ചു സാർ? ഹേയ്, ഹലോ സാം, വെൽക്കം. ഹലോ, ജോസാണോ? അതേലോ, ഞാൻ ജോസാണ്. തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കെട്ടാൻ പോണ ആളാ. എടാ സാമേ, നീ എന്താ അവിടെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാടാ. എടാ, നിനക്ക് എന്ത് പറ്റി? നീ എന്താ അവിടെ കല്ല് പോലെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാടാ ചെറുക്ക. എങ്ങനെയുണ്ട് എന്നെ കാണാൻ? നിന്നെ കാണാൻ അല്ലേലും നല്ല രസമല്ലേ? പിന്നെ ഞാനിവിടുന്ന് പോയി കഴിഞ്ഞിട്ട് നീ ഇതൊന്ന് വായിക്കണം കേട്ടോ. ഓഹോ, നീ പോവാണല്ലേ? ശരി, ആയിക്കോട്ടെ. നമ്മളുടെ ഇവൻസിനൊക്കെ നിനക്ക് വിളിക്കുമ്പോൾ എനിക്ക് നിൽക്കാൻ സമയമൊന്നുമല്ലല്ലോ. നീ പൊക്കോടാ. എടി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല, ഞാൻ ചുമ്മാ അറിഞ്ഞാടാ. നിനക്ക് തിരക്കുണ്ടെങ്കിൽ പൊക്കോ. പിന്നെ നീ ലെറ്ററിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, അത് തന്നിട്ട് പൊക്കോ. എന്നാടി.
ഇതായിരുന്നു അവിടെ നടന്നത്. പിന്നെ എന്താ എന്നൊന്നും എനിക്കറിയില്ല. അമ്മ, എന്തടാ കുട്ടാ? അമ്മേ, ടി വി കാണുന്ന അങ്കിളിനെ അമ്മയ്ക്ക് അറിയോ എന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. അമ്മ എനിക്ക് ഈ അങ്കിളിൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് പണ്ട്. ഇത് സാമല്ലേടി അലീനെ? എന്തായിരിക്കും ഈ ലെറ്ററിലുള്ളത്? ഒന്ന് തുറന്ന് നോക്കാം. ഡിയർ അലീന, ദി സൺസെറ്റ് ഈസ് ബ്യൂട്ടിഫുൾ, ഇസ്ന്റ് ഇറ്റ്? എന്താണാവോ ഇവ ഉദ്ദേശിച്ച് കാണാം. ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. എൻ്റെ ഈശോയെ, ഞാൻ എന്തായി കേൾക്കണേ? അപ്പോൾ അവൻ ഇത്രയും നാളെന്നെ രഹസ്യമായിട്ട് പ്രണയിക്കുമായിരുന്നല്ലേ? എടോ, എന്നാ പറ്റി? താൻ എന്നാത്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നത്? ഒന്നുമില്ല ചായ. സാമ് പോയോ? താനെന്താടോ ഒന്നും അറിയാത്ത പോലെ? അവൻ അമേരിക്കയ്ക്ക് പോവല്ലേടോ, താനത് മറന്നോ? അലീനെ, നീ ഇത് ഏത് ലോകത്താ? ഞാൻ വിളിച്ചിട്ട് നീ കേൾക്കുന്നില്ലേ? ആ ചായ, ഇത് സാമ.